ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അർജുൻ. അപ്പോൾ എൻ്റെ ചാനലിൽ രണ്ടാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റുഡൻറ്റ് വിസേനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഓസ്ട്രേലിയക്ക് വരാൻ ഇപ്പോൾ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ ഇങ്ങനത്തെ ന്യൂസസൊക്കെ വന്ന് എല്ലാവരും കുറച്ച് നെഗറ്റീവ് അടിച്ചിരിക്കുന്ന സമയത്താണ് ഒരു അടിപൊളി ന്യൂസ് വന്നത്. കാരണം ഇപ്പോൾ നമ്മുടെ ഹോളിഡേ ആൻഡ് വർക്ക് വിസ, അതായത് സബ് ക്ലാസ് 462 എന്ന് പറഞ്ഞ വിസയിലേക്ക് ഇന്ത്യനെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇന്നുള്ളത് മെൽബണിലാണ്. ഇവിടെ അത്യാവശ്യം നല്ല തണുത്ത കാറ്റടിക്കുന്ന ഒരു ദിവസമാണ്. ഇവിടെ ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് 8 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ ഒരു എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് തണുപ്പ് കൂടും, ഇടയ്ക്കിടയ്ക്ക് ചൂട് കൂടും, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും. ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ടെമ്പറേച്ചറാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് വരാം. സബ് ക്ലാസ് 462ൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ആൻഡ് ഹോളിഡേ വിസ എന്നാണ്. നമ്മുടെ ഓസ്ട്രേലിയയിൽ ഇന്ത്യക്കാർക്ക് അത് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കഴിഞ്ഞ മാസം വരെ ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ള ഒരു 47 രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് അത് അപ്ലൈ ചെയ്യായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് അറിയുന്നത് ഞാനവിടെ വന്നതിന് ശേഷം ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. അപ്പോൾ ഏത് വിസയിൽ വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ 462 വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇത് ഏതാ സംഭവം. അപ്പോഴാണ് പറഞ്ഞത് ഇതിങ്ങനൊരു സംഭവമാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ ലോട്ടറി അത്രേ പറയാൻ പറയും. അതായത് അപ്ലൈ ചെയ്യുന്ന എല്ലാവരുടെയും നിന്ന് ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ പിക്ക് ചെയ്തിട്ട് അവർക്ക് ഇൻവിറ്റേഷൻ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ 462. ശരിക്കും പറഞ്ഞാൽ ലക്കുള്ളവർക്ക് കിട്ടുന്ന ഒരു വിസയാണ്. വളരെ ചിലവ് കുറവാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇതെങ്ങനെയാണ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ മാസം തൊട്ടിട്ട് ഏപ്രിൽ 2025 വരെ നമുക്കിത് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ ഈ ടൈം പീരീഡിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാവരുടെയും ഒരു എന്താ പറയുക ആപ്ലിക്കേഷനിൽ നിന്ന് 1000 പേരെ ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യും. അതായത് ഇന്ത്യൻസ് മൊത്തം അപ്ലൈ ചെയ്യുന്ന 1000 പേരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഇൻവിറ്റേഷൻ കൊടുക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞുള്ള അഡ്വാൻറ്റേജിന് മുമ്പ് ഞാനിതിൻ്റെ ബേസിക് ക്രൈറ്റീരിയ പറയാം. അപ്പോൾ ഇതാർക്കൊക്കെ അപ്ലൈ ചെയ്യണമെന്നാണല്ലോ ഫസ്റ്റ് അറിയുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജാണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞത്. 20 വയസ്സ് തൊട്ട് 30 വയസ്സുള്ള യങ്സ്റ്റേഴ്സിനാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അത് കൂടാതെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷനാണ്. +2 കഴിഞ്ഞ് 2 വർഷത്തെ ഏതെങ്കിലും ഡിപ്ലോമയോ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങോ അങ്ങനെ ഏതെങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. IELTSൻ്റെയും PT സ്കോറിൻ്റെയും കാര്യം അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. ബട്ട് ഞാൻ റിസർച്ച് ചെയ്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് 4.5 IELTSും 30 PT സ്കോർ വരെ അവർ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അവരുടെ വെബ്സൈറ്റിൽ അത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിൻ്റെ ആവശ്യമില്ല. ബട്ട് നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നിങ്ങളുടെ സബ്ജക്ട്സിൽ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ തന്നെ അത് മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. അത് കറക്റ്റായിട്ട് ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യാനുണ്ട്. സോ ഇത് രണ്ടുമാണ് നമ്മുടെ ഇതിൻ്റെ ബേസിക് ക്രൈറ്റീരിയ വരുന്നത്. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ കോസ്റ്റ് വരുന്നത് വെറും $25 $25 നമുക്ക് ഈ സാധനം അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് വേറൊരു ഏജൻസിയുടെയും സഹായം ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ നിങ്ങളുടെ വെബ്സൈറ്റിൽ ഞാൻ താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അതിനകത്ത് കയറിയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ വിസ കിട്ടും. അപ്പോൾ ഈ വിസ കിട്ടുന്നത് 1 ഇയറിലേക്കാണ്. 1 ഇയർ നിങ്ങൾക്ക് ഇവിടെ ഓസ്ട്രേലിയയിലേക്ക് വന്ന് ഫുൾ ടൈം നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ അവർക്കുണ്ട്. ഹോളിഡേ വിസ ആണെങ്കിലും നിങ്ങൾക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാം. വർക്ക് 1 ഇയർ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അനദർ 2 ഇയേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഗവൺമെൻറ് തന്നിട്ടുണ്ട്. അത് സിമ്പിളായിട്ട് നടക്കും. ഇവിടെ കുറേ പേര് വന്നിട്ട് അങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 1-2 വർഷം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നിന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് PR അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ബാക്കി സ്റ്റുഡൻറ്റ് വിസ ഉള്ള ഒക്കെ അപ്ലൈ ചെയ്ത് വരുന്നവരെ ഓൾമോസ്റ്റ് 30-40 ലാക്സ് സ്പെൻഡ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾ വെറും 5 ലക്ഷത്തിന് താഴെ ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം നിങ്ങൾക്ക് ഇവിടെ വരാനുള്ള ഒരു ഓപ്ഷനാണ്. അങ്ങനെ വരാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ എന്താ പറയുക ഒരു വലിയൊരു ലക്കായിരിക്കും. നിങ്ങളുടെ ലൈഫ് തന്നെ ചിലപ്പോൾ മാറിപ്പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വിസയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 പേർക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1000 പേരെ പിക്ക് ചെയ്യുന്ന ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ റാൻഡം പിക്കിംഗ് ആണ്, ബാലറ്റ് പിക്കിംഗ് ആണ്. അതായത് നമ്മൾ ലോട്ടറി എടുക്കുന്ന പോലെ എല്ലാ ആപ്ലിക്കേഷനും ഒരു നമ്പർ ഉണ്ടാവും. അതിനകത്ത് നമ്മുടെ നാട്ടിലൊക്കെ ലോട്ടറിയുടെ നമ്പേഴ്സ് വരുന്ന പോലെ ആ നമ്പേഴ്സ് ഉള്ളവർക്കൊക്കെ നമ്മൾ ഇൻവിറ്റേഷൻ അയച്ചതിന് ശേഷം നിങ്ങൾ നമ്മുടെ മെയിൻ ഡോക്യുമെൻറ്റ്സ് എല്ലാത്തിൻ്റെയും ഹാർഡ് കോപ്പീസ് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കൺഫർമേഷൻ വരും. നിങ്ങൾക്ക് വിസ അപ്രൂവായി വരും. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാം. ഈവൻ 1 ഇയർ കിട്ടിയാൽ പോലും നിങ്ങൾക്ക് 1 ഇയർ ഇവിടെ ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. സോ നല്ലൊരു ന്യൂസാണ്. കാരണം റീസെൻ്റായിട്ട് അവർ സ്റ്റുഡൻറ്റ് വിസ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ രീതിയിൽ വെട്ടിക്കുറച്ചിട്ടുണ്ടായിരുന്നു നമ്പേഴ്സ്. അപ്പോൾ കുറേ പേർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ വളരെ ബുദ്ധിമുട്ട് രീതിയിൽ കുറേ പേര് എന്നെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് സ്റ്റുഡൻറ്റ് വിസ മാത്രമല്ല ധാരാളം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിസാസ് നമുക്ക് ഓസ്ട്രേലിയക്ക് വരാനുണ്ട്. അതൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, നിങ്ങൾ അതിനെക്കുറിച്ച് അറിയുക. നിങ്ങൾ ഏജൻസി പറയുന്നത് മാത്രം കേൾക്കാതെ നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്താൽ മാത്രമാണ് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. ഇവിടെ ധാരാളം വർക്ക് വിസാസ് ഇപ്പോൾ അപ്രൂവ് ആവുന്നുണ്ട്. അതിൻ്റെയൊക്കെ ബേസിക് ക്രൈറ്റീരിയാസൊക്കെ
നിങ്ങൾക്കൊരു 1 or 2 ഇയേഴ്സ് നിങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ഇപ്പോൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 ഇയേഴ്സിൽ നിങ്ങൾക്ക് അതിൻ്റെ വർക്ക് വിസയിൽ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും. അപ്പോൾ ക്രൈറ്റീരിയ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സോ നിങ്ങളുടെ സ്വന്തം റിസർച്ച് ചെയ്യുക. ഇവിടേക്ക് വരാൻ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ഇവിടേക്ക് മാത്രമല്ല പല കൺട്രീസിലേക്കും പോകാനുള്ള പല വിസാസിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ഏതാണ് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് കുറച്ച് പേരൊക്കെ വിളിക്കണേ, അപ്പോൾ വളരെ സന്തോഷമുണ്ട്. കുറച്ച് പേരെങ്കിലും സഹായിക്കാൻ പറ്റിയില്ല, എനിക്ക് നല്ല രീതിയിലുള്ള സന്തോഷമുണ്ട്. അപ്പോൾ ഈ തവണയും വീഡിയോൻ്റെ താഴെ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ കോൺടാക്റ്റിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഞാൻ എന്തായാലും റിപ്ലൈ തരാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമ്മളപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാണ്. മെൽബണിലെ ഡോക്ക്ലാൻഡ്സിൽ നിന്ന് തിരിച്ച് നടന്ന് ട്രാം കയറിയ വീട്ടിൽ പോകുന്നത്. അപ്പോൾ കൂടുതൽ ഓസ്ട്രേലിയൻ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.